മനസ്സൊന്നു കാൺമോ നീ, തിരുമുൻപിൽ വന്നു ഞാൻ നിൽക്കുന്നു സാദരം. വേഗുമെന്നാത്മാവിൻ നോവുകൾ ഒന്നൊന്നായി കാഴ്ചയായി നിൻ മുൻപിൽ നൽകിടുന്നു. ജഗദീശ്വരായൻ മനസ്സൊന്നു കാൺമോ നീ, തിരുമുൻപിൽ വന്നു ഞാൻ നിൽക്കുന്നു സാദരം. ദിവ്യകാരുണ്യനാഥ, നിന്റെ സന്നിധിയായിരിക്കുന്ന നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കാരുണ്യം മാത്രമാകുന്ന നിന്റെ സ്നേഹജീവിതത്തിലേക്ക് ഞങ്ങളെ ചേർത്തതിനെ ഓർത്ത് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. ജീവിതത്തിൽ ഒരുപാട് വേദനകളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. നിന്റെ സ്നേഹത്തെ മറന്ന് ജീവിച്ച നിമിഷങ്ങളുണ്ട് ഞങ്ങളുടെ ഇടയിൽ. എല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നു. നിന്റെ കാരുണ്യം ആവോളം ആസ്വദിക്കാൻ മറന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ്. നീ നൽകിയ കാരുണ്യം അനേകർക്ക് പകത്തേകാൻ നീ തന്ന നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തിയതിനും മാപ്പ്. ദൈവമേ, ജീവിതത്തിൽ കൊടുങ്കാറ്റിൽപ്പെട്ട് അലയുമ്പോഴും നീർച്ചുഴിയിൽപ്പെട്ടൊഴിലുമ്പോഴുമൊക്കെ നിന്റെ സ്നേഹത്തിലേക്ക്, കാരുണ്യത്തിലേക്ക് തിരികെ വരാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആശീർവദിക്കണേ. കുതിക്കുന്ന കൊടുങ്കാറ്റിൽ നിലവിളി ഉയരുമ്പോൾ വഴിവിട്ടു ജീവിതം ചുഴികളിൽ താഴുമ്പോൾ, കുതിക്കുന്ന കൊടുങ്കാറ്റിൽ നിലവിളി ഉയരുമ്പോൾ വഴിവിട്ടു ജീവിതം ചുഴികളിൽ താഴുമ്പോൾ, കൈപിടിച്ചെന്നുമെൻ്റെ തുണയാകുമേശുവേ, കാണിക്കയായി നൽകാം എൻ സർവവും. കരുണാമയായൻ മനസ്സൊന്നു കാൺമോ നീ, തിരുമുൻപിൽ വന്നു ഞാൻ നിൽക്കുന്നു സാദരം. വേഗുമെന്നാത്മാവിൻ നോവുകൾ ഒന്നൊന്നായി കാഴ്ചയായി നിൻ മുൻപിൽ നൽകിടുന്നു. ജഗദീശ്വരായൻ മനസ്സൊന്നു കാൺമോ നീ, തിരുമുൻപിൽ വന്നു ഞാൻ നിൽക്കുന്നു സാദരം. അപ്പത്തിൻ്റെ നാടായ ബത്ലഹേമിൽ പിറന്നവൻ, പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പിൻ്റെയും കരപാലനമേറ്റ് വളർന്നവൻ, കാരുണ്യത്തിൻ്റെ സുവിശേഷമേകി തെരുവോരങ്ങളിലൂടെ നടന്നു നീങ്ങിയവൻ, സഹനത്തിൻ്റെ കയ്പ് നീര് കുരിശോളം കുടിച്ചവൻ, അവസാന തുള്ളി രക്തവും ജലവും കാരുണ്യത്തിൻ്റെ അടയാളമാക്കി മാറ്റിയവൻ, ഉദ്ധാനത്തിന് ശേഷം ഇന്നും നമ്മോടൊപ്പം അപ്പത്തിൻ്റെ രൂപത്തിലായിരിക്കുന്നവന് നമ്മളേകുന്ന പേരിതാണ് കാരുണ്യം. അതെ,
ദിവ്യകാരുണ്യം. ദൈവമേ, നീ ദിവ്യകാരുണ്യമാകുന്നു. ആ കരുണയുടെ ഉത്തരമാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതമെന്ന് ഞങ്ങൾ ഇന്നറിയുന്നു. കാരുണ്യത്തിൻ്റെ തണലിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരെയും ഈ നിമിഷം നിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചിന്തിച്ചാൽ ദൈവമേ, നിൻ്റെ സ്നേഹത്തോട് തുലനം ചെയ്യാൻ ഈ ലോകത്തെന്തുണ്ട്? നിൻ്റെ കാരുണ്യത്തിൻ്റെ തണലിൽ ജീവിക്കാൻ മാത്രം യോഗ്യത എന്തുണ്ട് ഞങ്ങൾക്ക്? ഒന്നുമില്ലെന്നറിയാം. എങ്കിലും ദൈവമേ, നീ നൽകിയ ജീവനും ജീവിതവും നിൻ്റെ കാരുണ്യത്തിൻ്റെ തണലിൽ ഞങ്ങൾ ഇന്ന് ഏകുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടൊന്നും തുലനം ചെയ്യാനില്ലാത്ത ഈ ലോകത്ത് സ്നേഹം മാത്രമാകുന്ന നിൻ്റെ കരത്തിൻ്റെ തണലിൽ വളരാൻ, കാരുണ്യത്തിൻ്റെ തണലിൽ വളരാൻ, അനേകർക്ക് കാരുണ്യത്തിൻ്റെ ദീപങ്ങളായി മാറാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഈ നിമിഷം എത്രയും എളിമയോടുകൂടെ അപേക്ഷിക്കുന്നു. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമുള്ള പിതാവേ, വിശുദ്ധ ചാവറയച്ചൻ നിന്നെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നിന്റെ സന്നിധിയെ ജീവിച്ചു കടന്നുപോയ മനുഷ്യൻ, ഒരുപക്ഷെ അദ്ദേഹം വിളിച്ചതൊക്കെയും നിന്റെ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ചൂടേറ്റിട്ടായിരുന്നു. സ്നേഹമുള്ള പിതാവേ, നിന്നെപ്പോലെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ഞങ്ങൾക്ക് വേറെ ആരുമില്ല എന്ന തിരിച്ചറിവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ സ്നേഹങ്ങൾക്കപ്പുറം ശാശ്വതമായ സ്നേഹം നൽകാൻ, പെറ്റമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്നതിൻ്റെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല എന്ന തിരിച്ചറിവിലേക്ക് ഞങ്ങളെ വളർത്തുന്ന നിൻ്റെ അതുല്യമായ സ്നേഹത്തിന്, കാരുണ്യത്തിന്, പരിലാളനത്തിന് ഞങ്ങൾ ഒത്തിരിയേറെ നന്ദികൾ അർപ്പിക്കുന്നു. ഈ നിമിഷം പകരം വയ്ക്കാൻ കഴിയാത്ത സ്നേഹം നൽകി ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുന്നതിൻ്റെ സ്നേഹത്തിന് മുൻപിൽ ഞങ്ങളുടെ മുട്ടുകൾ മടക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ആശ്ലേഷിക്കുന്ന പൊന്നു തമ്പുരാനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ, പ്രേമമേ, നിന്നിൽ ഞാനും ചേർന്നിടുന്നു. സ്നേഹമേ, പ്രേമമേ, നിന്നിൽ
ചേർന്നിടുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല സമരായൻ്റെ ഉപമ ഈശോ നമ്മളോട് വിശദീകരിക്കുന്നുണ്ട്. അതിൽ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന ഉത്തരത്തിന് ഈശോ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: നീയും പോയി അതുപോലെ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളോട് പറയുന്നൊരു വചനം ഇതാണ്: നീയും പോയി അതുപോലെ ചെയ്യുക. ഒരിക്കൽ പരിശുദ്ധ അമ്മ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ എന്ന വാക്കിൽ ഒളിഞ്ഞുകിടക്കുന്ന അനേക സത്യങ്ങളുടെ ഇടയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സത്യം ഇതാണ്. അല്ലെങ്കിൽ അവൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തമായി പരിശുദ്ധ അമ്മ തുറന്നു വയ്ക്കുന്ന ഒരു കാര്യം ഇതാണ്: നീയും പോയി അതുപോലെ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, കാരുണ്യത്തിൻ്റെ മനുഷ്യജന്മങ്ങളായി നാം മാറണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതുമാത്രമാണ് അവൻ്റെ ആഗ്രഹവും. കാരുണ്യമായി മാറുക. ഇന്ന് ദിവ്യകാരുണ്യമായി നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവത്തിന് നമ്മളോട് ഒന്നേ പറയാനുള്ളൂ: നീയും മറ്റൊരു ദിവ്യകാരുണ്യമായി മാറണം. കാരുണ്യത്തിൻ്റെ വാഹകനും വാഹകിയുമായി മാറണമെന്ന് ഈശോ പറഞ്ഞതിൻ്റെ പൊരുളിതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. കാരുണ്യമായി മാറാൻ കിട്ടിയ അനേക അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് മാപ്പ് ചോദിക്കണം നമുക്ക്. ഇല്ലെങ്കിൽ ഹൃദയം നൊന്ത് കരയുന്ന നമ്മുടെ അപ്പനാകുന്ന പൊന്നുതമ്പുരാൻ്റെ ഹൃദയത്തിൻ്റെ വേദനയ്ക്ക് അറുതി വരില്ല എന്ന് നമ്മളൊക്കെയും ധ്യാനിക്കണം. കരുണയുടെ വാക്കുകൾ മാത്രം പോരാ നമ്മുടെ നാവിൽ, കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളാവണം ജീവിതമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈ കുറഞ്ഞ സമയം നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയ കാരുണ്യത്തിൻ്റെ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കാം. ദൈവമേ, പറ്റിപ്പോയി എന്ന വാക്കോടുകൂടെ, അനുതാപം നിറഞ്ഞ ഹൃദയത്തോടുകൂടെ അവനോട് നമുക്ക് യാചിക്കാം: കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ എന്ന്. ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന വേളകളിൽ നമ്മളും ഒരുപക്ഷെ കാരുണ്യത്തിൻ്റെ വഴികൾ മറന്നുപോയതിനെ ഓർത്ത് മാപ്പ് ചോദിച്ച് അവനോട് പറയണം: ദൈവമേ, കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് ആത്മാർത്ഥമായി വിളിച്ചപേക്ഷിക്കാം ഈശോയോട്. ദൈവമേ, കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ എന്ന്. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ദൈവം നമുക്ക് ദാനമായി നൽകിയ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ചിന്താശകലങ്ങളെ മുഴുവൻ ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം. അവൻ്റെ കാരുണ്യത്തിൻ്റെ ചിന്തകൾ മാത്രം കൊണ്ട് നിറയേണ്ട എൻ്റെ ബുദ്ധി, ഒരുപക്ഷെ അവരനെ സ്നേഹിക്കാൻ, നല്ലൊരു അയൽക്കാരനായി മാറാൻ നീ കാരുണ്യമായി മാറണമെന്ന് നമ്മളോട് പറഞ്ഞ ആ പൊന്നു തമ്പുരാൻ്റെ വാക്കുകൾ കേൾക്കാതെ നമ്മളുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുകയും നിൻ്റെ കാരുണ്യത്തിൻ്റെ രക്തത്താൽ എൻ്റെ ബുദ്ധിയെയും ചിന്താധാരകളെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
കരുണ തോന്നണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഈശോയോട് അപേക്ഷിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കണ്ടിട്ടും കാണാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കാം. റോഡിൽ ഛിന്ന ഭിന്നമായി കിടക്കുന്ന ശരീരത്തിൻ്റെ ഉടമയെ കാണാതെ പോയ അനേകരുണ്ട്. അക്കൂട്ടത്തിൽ പെടുന്നവനാണോ ഞാൻ? അക്കൂട്ടത്തിൽ പെടുന്നവളാണോ ഞാൻ? നമുക്കും ധ്യാനിക്കാം. എൻ്റെ കണ്ണുകൾ ദൈവത്തിൻ്റെ കാരുണ്യം ജ്വലിക്കേണ്ടതായിരുന്നില്ലേ? എനിക്ക് നൽകപ്പെട്ട കാരുണ്യത്തിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിൽ ദൈവമേ, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് ഈ നിമിഷം നമുക്ക് ഏറ്റുപറയാം. അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി എൻ്റെ കാഴ്ചയിൽ നിൻ്റെ കാരുണ്യം നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കരുണ തോന്നണേ എന്ന്. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കാരുണ്യത്തിൻ്റെ ഒറ്റ വാക്കായിരുന്നു പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ മാനസാന്തരത്തിന് കാരണം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വാക്കുകളിലൊക്കെയും കാരുണ്യത്തിൻ്റെ നിഴലുണ്ടായിരുന്നു, സത്യമുണ്ടായിരുന്നു. അവൻ്റെ ഒരു വാക്കിനാൽ അനേകർ കാരുണ്യം പ്രാപിച്ചവരായി മാറി. ഇന്നും ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ അവൻ സന്നിഹിതനായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. കുഞ്ഞേ, എനിക്ക് നിന്നോട് സ്നേഹമാണ്, എൻ്റെ കാരുണ്യമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന്. ഇതുപോലെ അനേകരോട് ഒരു വാക്കിനാൽ കാരുണ്യമേകാൻ നമുക്കാകുമായിരുന്നു. എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന്. കൂട്ടുകാരി, എനിക്ക് നിന്നോട് കാരുണ്യമായിരുന്നു എന്ന്. എൻ്റെ കാരുണ്യം നിനക്ക് ഞാൻ നിഷേധിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് ഈ നിമിഷം മാപ്പ് ചോദിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി കേണപേക്ഷിക്കാം. ദൈവമേ, കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ എന്ന്. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കാരുണ്യത്തിൻ്റെ കരങ്ങൾ നീട്ടി 3 ആണികളാൽ തറയ്ക്കപ്പെട്ട ക്രിസ്തു അവൻ അവസാനമായി മൊഴിഞ്ഞു, ദൈവമേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണേ. ഇതിലും വലിയൊരു കാരുണ്യത്തിൻ്റെ കരങ്ങൾ നീട്ടപ്പെടാനുണ്ടോ ഇനി? നാഴിക്ക് 40 വട്ടം പാപം ചെയ്ത നമ്മൾ ഈശോയെ വേദനിപ്പിക്കുമ്പോഴും 2 കരങ്ങളും നീട്ടിക്കൊണ്ടവൻ വിളിച്ചു പറയുന്ന സത്യമുണ്ട്. അല്ലെങ്കിൽ തൻ്റെ കരങ്ങളാൽ ചേർത്ത് പിടിച്ച് ചങ്കോട് നിർത്തി അവൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ കാരുണ്യത്തിൻ്റെ വറ്റാത്ത നീരുറവ അത് കുഞ്ഞെ നിനക്ക് വേണ്ടി ഞാൻ ഒഴുക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കാരുണ്യത്തിൻ്റെതായി മാറേണ്ട നമ്മുടെ കരങ്ങൾ, നീട്ടപ്പെടേണ്ട നമ്മുടെ കരങ്ങൾ, അതൊക്കെയും എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയെങ്കിൽ, നഷ്ടപ്പെടുത്തിയെങ്കിൽ 2 കരങ്ങളും നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചിട്ട് പറയണം, എൻ്റെ കാരുണ്യത്തിൻ്റെ വറ്റാത്ത നീരുറവ നിനക്ക് ഞാൻ ഇന്ന് ഒഴുക്കുമെന്ന്. നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ, നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് ഈ നിമിഷം ദൈവസന്നിധിയിൽ അവൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു
പുണ്യപ്രവൃത്തികളാൽ നിറഞ്ഞ ജീവിതത്താൽ നടന്നു നീങ്ങിയ ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ ഒരുപാട് കഥകൾ പറയുവാനുണ്ട്. ആർക്കും വേണ്ടാത്തവരെയും എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെട്ട ജീവിതങ്ങളെയും തേടി നടഞ്ഞ അവൻ്റെ പാദങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ കഥകളെ പറയാനുള്ളൂ. എത്ര തവണ നമ്മുടെ പാദങ്ങൾ ഈ കാരുണ്യമർഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങളിലേക്ക് നടന്നു നീങ്ങി എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നിമിഷം ഇല്ല എങ്കിൽ ഒരുപക്ഷെ എനിക്ക് എവിടെയൊക്കെയോ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ നിമിഷം കാരുണ്യത്തിൻ്റെ പാദങ്ങൾ താണ്ടി നടന്ന് നമ്മുടെ ഇടയിലേക്ക് വരുന്ന, നമ്മളെ സ്നേഹിക്കാൻ മാത്രമായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഈശോയുടെ പാദങ്ങൾക്ക് മുമ്പിൽ മുട്ടുകൾ മടക്കി നമ്മൾ അവനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ എന്ന്. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കാരുണ്യം മാത്രമായ ദൈവമേ, മുറിയപ്പെട്ട നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളെ ഞങ്ങൾ ഈ നിമിഷം ചേർത്ത് വയ്ക്കട്ടെ. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ പേറുന്നവരാണ് ഞങ്ങൾ. ഒറ്റപ്പെടലിൻ്റെയും തിരസ്കരിക്കപ്പെടലിൻ്റെയും ഒക്കെ ജീവിതത്തിൻ്റെ ഏടുകൾ ഞങ്ങളും മറിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറം കാരുണ്യത്തിൻ്റെ ഹൃദയം തുറന്ന് പിടിച്ചിരിക്കുന്ന നീയുണ്ട് ഞങ്ങൾക്ക് എന്ന സത്യം മറക്കാതിരിക്കാൻ ഒരു നിമിഷം കൂടെ ഞങ്ങൾക്ക് അവസരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സഹനങ്ങൾക്കൊക്കെയും എൻ്റെ മേലുള്ള കാരുണ്യത്തിൻ്റെ കഥകൾ പറയാനുണ്ട് എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു. ദൈവമേ, നിന്റെ അതിദാരുണമായ പീഡനങ്ങൾ അതെൻ്റെ കാരുണ്യത്തിൻ്റെ വാതിൽ തുറക്കപ്പെടാനുള്ള താക്കോലായിരുന്നു. ഈശോയെ, പീഡനങ്ങളേറ്റ നിന്റെ ഹൃദയവും ശരീരവും ഒക്കെയും എനിക്ക് വേണ്ടി ചിന്തപ്പെട്ടതും എനിക്ക് വേണ്ടി കാൽവരിയിൽ ഒഴുക്കപ്പെട്ടതുമായ രക്തവും ഇന്നും ദിവ്യകാരുണ്യനാഥ നിന്നിലൂടെ ഞാനിന്ന് അനുഭവിച്ചറിയുന്നു. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. സഹനത്തിൻ്റെ വേളകളെ മറക്കാതിരിക്കാൻ, എനിക്ക് വേണ്ടി നീ സഹിച്ച പീഡനങ്ങളൊക്കെയും അത് നിന്റെ കാരുണ്യത്തിൻ്റെ അടയാളമായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് നടന്നെടുക്കാൻ എന്നെ ഒരുക്കുന്നതാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിന്റെ കാരുണ്യത്തിൻ്റെ തണലിൽ ഞങ്ങൾ ജീവിക്കട്ടെ. ഈ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമെന്ന വണ്ണം നീ അർപ്പിച്ച വിശുദ്ധ കുരിശിൻ്റെ ബലി, ആ ബലിയിൽ ഞങ്ങൾ പങ്കുചേരുമ്പോൾ ഈ ലോകത്തിലെ ജീവിതമാകുന്ന ഞങ്ങളുടെ ബലിജീവിതം അത് നിന്റെ കുരിശിലെ ബലിയോട് ചേർത്ത് വയ്ക്കുമ്പോൾ നിന്റെ കരുണ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്തസത്തയും അടിസ്ഥാനവുമെന്ന് തിരിച്ചറിവോടെ ജീവിക്കാൻ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയാകുന്ന നിന്റെ പ്രകാശമാകുന്ന ഈ ലോകജീവിതം ദൈവമേ എത്രയും സ്നേഹത്തോടുകൂടെ ജീവിച്ചു തീർക്കാൻ ഞങ്ങൾക്കും അവസരം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യമായ ദൈവമേ, ഈ ലോകത്തിൻ്റെ മേൽ നീ ചൊരിയുന്ന കരുണ അതാവോളം ആസ്വദിക്കാൻ ഞങ്ങൾക്കിടവരുത്തണേ. ഒപ്പം ലോകം മുഴുവൻ്റെയും എൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമെന്ന വണ്ണം ജീവിതബലി അർപ്പിക്കപ്പെടുമ്പോൾ
നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം പാപങ്ങൾക്ക് മാപ്പും നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നീ നൽകുന്ന ഈ അവസരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനാ നിമിഷത്തിൽ നിന്റെ കാരുണ്യത്തിൻ്റെ തണലിൽ ജീവിക്കാൻ അവസരം നൽകിയതിന്, തുടർന്നും നല്ലൊരു അയൽക്കാരനായി തീരാൻ കരുണയുള്ളവനുമായി മാറണമെന്ന് നിന്റെ സ്നേഹത്തിന് മുമ്പിൽ ജീവിക്കാൻ, ഈ ലോകത്തിൻ്റെ മേൽ കരുണ ചൊരിയുന്ന നിന്റെ സ്നേഹമാവോളം ഒന്നുകൂടെ ഒന്ന് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ എന്ന് ഇത്രയും എളിമയോടുകൂടെ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ, ഈ ലോകം മുഴുവൻ്റെ മേലും ദൈവമേ, കാരുണ്യമാകുന്ന നീ നിന്റെ കരുണ ചൊരിയണേ എന്ന് ഞങ്ങൾ എത്രയും എളിമയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. കരുണ തോന്നണേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ദൈവമേ, ദിവ്യകാരുണ്യനാഥ, ഒന്നേ പറയാനുള്ളൂ, ഒന്നേ അപേക്ഷിക്കാനുള്ളൂ. ഞങ്ങളെയും നിന്റെ കരുണയുടെ ഉപകരണങ്ങളാക്കി മാറ്റണേ. ആമേൻ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ